ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി അറുമുഖകുമാർ കഥാതിരക്കഥാ സംവിധാനം ഇവൻ പ്രൊഡ്യൂസിങ് ചെയ്ത വിജയ് സേതുപതി, പൃഥ്വിരാജ്, യോഗി ബാബു, BS അവിനാഷ് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത 2 മണിക്കൂർ 37 ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് 2025 മെയ് 23 റിലീസ് ചെയ്ത ഒരു തമിഴ് അപരാധത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ഏസ്. நீயாடா இதெல்லாம் பண்ண? இப்ப சொல்லு, எனக்கு தெரியணும். யாரா நீ? என்னடா இந்த படத்தை பார்த்தா என்ன மாதிரியா இருக்கு? சிவகார்த்திக் மாதிரி இருக்குதே. சிவகார்த்திகேயனா? ஆ. സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വിജയ് സേതുപതി അഥവാ ബോൾട്ട് കണ്ണൻ പഴയ ലൈഫൊക്കെ മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരൻ ജയിലിലായിരുന്നു എന്ന് തോന്നുന്നു. അത് ഇരട്ടിയിൽ പറയണില്ല, എന്നാൽ പോലും ജയിലിൽ നിന്ന് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാം എന്നൊരു തോട്ടിൽ വേറൊരു രാജ്യത്തേക്ക് പോവാണ്. ആ രാജ്യത്ത് പോകുന്നു. അവിടെ യോഗി ബാബു എന്ന ഒരു മൾട്ടി മില്യനെയറിനെ മീറ്റ് ചെയ്യാണ്. ഈ മൾട്ടി മില്യനെയർ ഈ പുള്ളിക്കാരന്റെ ബോസാണ്. ബോസ് ഇൻ ദ സെൻസ് പരിചയക്കാരൻ പറഞ്ഞു വിട്ടതാണ്. ഇതിൻ്റെ അകത്ത് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന്റെ പേരാണ് ബോൾട്ട് കണ്ണൻ. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ഇതിന്റെ ഡയറക്ടർ എന്തൊക്കെയാണെങ്കിലും മുമ്പിലോട്ട് പോകാം. നമ്മുടെ യോഗി ബാബുവിന്റെ ക്യാരക്ടറിന്റെ പേരാണ് അറിവ്. ഈ അറിവ് എന്ന് പറയുന്ന ഈ ഒരു പേരുള്ള അറിവ് എന്ന് പറയുന്ന ആൾ, ആ പുള്ളിക്കാരന്റെ അറിവ് എന്ന് പറയുന്ന പേരിൽ മാത്രമാണ് പുള്ളിക്കാരന്റെ അറിവ് ഒതുങ്ങുന്നത് എന്ന് വിജയ് സേതുപതി തന്നെ, ബോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നതും ഈ പുള്ളിക്കാരൻ കാണിച്ചു വയ്ക്കുന്ന കോപ്രായങ്ങൾ. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, നമ്മുടെ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നത് ദിവ്യ പിള്ളയുടെ ഒരു കൽപ്പന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഷോപ്പുണ്ട്, ഒരു കടയുണ്ട്, ഒരു ഹോട്ടലാണുള്ളത്. അപ്പോൾ ഒരു ഹോട്ടലിൽ അവിടെ കട്ടിങ് ചെയ്യാനും കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരാളെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ബോൾട്ട് കണ്ണനെ അറിവ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അറിവെന്ന് മാറിപ്പോയി. ബോൾട്ട് കണ്ണൻ ഒരു പ്രേമത്തിൽ വീഴുകയാണ്. ആ പ്രേമിക്കുന്ന വേറെ ആരെയല്ല, രുക്മിണി വസന്തിനെയാണ്. രുക്മിണി വസന്തിന്റെ പേരാണ് റുക്കു. രുക്കുവിന്റെ അച്ഛനായിട്ട് വരുന്നതാണ് പൃഥ്വിരാജ്. അപ്പൊ സിനിമ ഇത്രയേ ഉള്ളൂ. ഇവര് ഒരു പ്രേമത്തിൽ ആകുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട്. ഈ റുക്കു എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊക്കെ കുറെ കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ആ രീതിയിൽ അവർ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതല്ല. അവർക്കൊരു ക്ലാരിറ്റി ഒരു ക്യാരക്ടറിന് പോലും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അവർ ബ്രില്യൻസ് ഒന്നും ഞാൻ വിളിക്കില്ല ഇതിനെ. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു റോങ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ശരിയാവുന്നില്ല, ഒരു രസം തോന്നില്ല എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമ പോയത്. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഈ സിനിമ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു 15-20 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണ്, എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒന്നുമില്ല, ഒരു ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ബോൾട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്. പുള്ളിക്കാരൻ പഴയ ലൈഫിൽ വലിയ എന്തോ സംഭവമായിരുന്നല്ലോ, അതനുസരിച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ശരിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. വില്ലനായിട്ട് വരുന്നതാണ് BS അവിനാഷ് ചെയ്യുന്ന ധർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. വേറെ ആരുമല്ല, നമ്മുടെ KGF ഉണ്ടായിരുന്ന അമ്മാതിരി ടെറർ വില്ലനെയാണ്. ആ ടെറർ വില്ലനെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ടെറർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് കലങ്ങിയിട്ടില്ല. ഒരുമാതിരി ഒരു കോമാളിത്തരം, ടു ബി ഓണസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും കോമാളിത്തരം രീതിയിലാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോമാളിത്തരം കാണിക്കുന്നത് യോഗി ബാബുവിൻ്റെ അറിവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇമാതിരി ഒരു അപരാധ ക്യാരക്ടർ. ഈയിടയ്ക്ക് ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സൂര്യയുടെ സിനിമയിൽ ഒരു തിയേറ്റർ റെസ്പോൺസിൽ ഒരു പറഞ്ഞാൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതേ അവസ്ഥയായിരുന്നു എനിക്ക് ഈ ഒരു സിനിമയിൽ അറിവ് എന്ന് പറയുന്ന ഈ ഒരു യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ കണ്ടപ്പോഴത്തേന് ഏട്ടത്തിട്ട് ഇടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു വെറുപ്പിക്കൽ ക്യാരക്ടർ. അത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് യോഗി ബാബു ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഒരു രീതിയിലും നമുക്ക് കണക്റ്റ് ആകില്ല എന്നുള്ളതാണ്. ഇതിലുള്ള ഒരു ക്യാരക്ടർ പോലും റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇത് പെർഫോമൻസസ് അല്ല, ദ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് തോന്നില്ല. ഇതിലെല്ലാവരും ഇൻക്ലൂഡിങ് വിജയ് സേതുപതിയുടെ ചിലയിടത്തൊക്കെ ഓക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ദ ടൈംസ് നമുക്ക് വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു ആക്ടർ ആണ് എന്ന് നമുക്ക് റിയലൈസ് ചെയ്യും. അതൊരു ക്യാരക്ടറാണ് എന്ന് നമുക്ക് തോന്നില്ല. അതുപോലെയാണ് ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാവരും. ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ്, അതിൻ്റെ എല്ലാം ഒരു ഭയങ്കര പ്രശ്നം നമുക്ക് തോന്നും ഈ സിനിമയിൽ. എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഈ സിനിമ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങാണോ ഈ സിനിമ കണ്ട് 2.5 മണിക്കൂർ 2.25 മണിക്കൂർ തൊലച്ച് കളയണ്ട എന്നുള്ള ഒരു കൺസിഡറേഷൻ്റെ പേരിലാണ് ഞാൻ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് തീർക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയുള്ളൊരു സിനിമ ജസ്റ്റ് കണ്ടു തുടങ്ങി, ഇഷ്ടപ്പെടുന്നില്ല, ശരിയാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിട്ടിട്ട് പോകും. മേ ബി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 മണിക്കൂർ സേവ് ചെയ്യാം എന്നൊരു തോട്ടിൽ കണ്ടൊരു സിനിമ
ഈ ഒരു സിനിമ കാണുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല കടപ്പുറത്തും പോയിട്ട് തിര എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കാട്ടി പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഇതിനെക്കാട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. കാര്യം എന്താ വെച്ചാൽ ദേഷ്യം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വരൂല കടയിൽ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ നോക്കിക്കൊണ്ടിരുന്ന അമ്മാതിരി ദേഷ്യവും അമ്മാതിരി കലിയും വരും. ഈ സിനിമ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു രീതി കാശിന് കൊള്ളാത്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം എന്തൊക്കെയോ ഉണ്ട്, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സാധനം എന്തൊക്കെയോ ഉണ്ട്. ഇവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാത്ത ഒരു റേഞ്ച് സാധനം വരുന്നുണ്ട് ക്ലൈമാക്സിൽ. അത് ഗംഭീരം എന്നല്ല പറയുന്നത്, ബാക്കി കംപ്ലീറ്റ് സിനിമ വെറും ആയതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയിൽ ലാസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമാക്സ് വരുമ്പോൾ നമുക്കത് കുഴപ്പമില്ല എന്നൊരു ഫീല് വരും. അല്ലാതെ ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു ഗുഡ് എന്ന് പറയുന്ന ഒരു മൂവിക്ക് ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഓക്കെ ക്ലൈമാക്സ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഒന്നും ഈ സിനിമയിലില്ല. ഇതിൻ്റെ ഇടയിൽ പോക്കർ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. പോക്കർ കളിക്കുമ്പോഴാണ് പുള്ളിക്കാരന് കുറേ നഷ്ടങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ക്യാരക്ടർ ബോൾട്ട് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. അതുകൊണ്ടായിരിക്കണം എയ്സ് എന്ന് പറയുന്ന ആ ഒരു പേര് അവർ ഈ സിനിമ കിട്ടിയിട്ടുള്ള. എന്താണെങ്കിലും ശരി, ആ പോക്കറിൻ്റെ ആ സീക്വൻസസ് ഒക്കെ തന്നെ നമുക്ക് കുറച്ച് ഓരോ ഗെയിം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും കൺവിൻസിങ് അല്ല. ഒരിടത്ത് പോലും നമുക്ക് കൺവിൻസിങ് പരിപാടി തോന്നാത്ത ഒരു സിനിമ. എസ്പെഷ്യലി റുക്കു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള മിക്ക ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്ന് പറയുന്ന യോഗി ബാബുവിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഒരു ആവശ്യവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചളു 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 വാരി വെതറുന്നുണ്ട്. ഇതിനെയ്യുന്ന ഒരു കോമഡി പ്ലസ് ഒരു റോബറി പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തോ ഒരു ജോൺറ, അവർ എന്ത് ജോൺറ എന്ന് പോലും എനിക്ക് പറയാൻ അറിയില്ല. അമ്മാതിരി ഒരു സാധനം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിംഗ് പോലും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വിജയ് സേതുപതിക്ക് തന്നെ മനസ്സിലാക്കാണ് എൻ്റെ ഔട്ട് കണ്ടപ്പോഴത്തേന് സിനിമ പൊട്ടും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരെൻ്റെ വലിയ മാർക്കറ്റിംഗ് പരിപാടി ഒന്നും ചെയ്യാത്ത. എനിവേ റേറ്റിംഗ് നോക്കിയപ്പോൾ 7.2 ആണ് ഞാൻ കണ്ടത്, നെറ്റിൽ കണ്ട റേറ്റിംഗ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കുന്നതും ഈ സിനിമ കാണുന്നതും. ഫോർ മീ ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു തീർക്കാം എന്ന് വിചാരിച്ച ഒരു സിനിമ. നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന് പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഉറപ്പായിട്ടും കാണാം. കാര്യം എന്താ വെച്ചാൽ 1.5 മണിക്കൂറുള്ള ഈ ഒരു സിനിമ ഞാൻ കണ്ടു തീർന്നപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു അര ദിവസം കഴിഞ്ഞ ഒരു ഫീലാണ് തോന്നിയത്. ഒരു അമ്മാതിരി ലാഗ് ഞാൻ ഇതുവരെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാഗ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. കംപ്ലീറ്റ് മൂവി തന്നെ ഒരു ലാഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതുപോലെ തന്നെ എൻ്റെ ക്ലൈമാക്സ് ഉണ്ട്, ഒരു ടെയിലുണ്ട്, ഒരു പരിപാടിയുണ്ട്. ബോൾട്ട് കണ്ണൻ എന്ന് പറയുന്ന ആൾ ആരാണ് എന്ന ഒരു സാധനത്തിൽ അവിടെ ഒരു വലിയൊരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള മിക്ക സിനിമയിലും കാണുന്ന ഒരു സാധനം, സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു സാധനം കാണിക്കും, ലാസ്റ്റ് ആകുമ്പോൾ ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന ആ സെയിം ഫോമാറ്റിലാണ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. എൻ്റെ ടെയിലൻ്റ് ആണെങ്കിലും ശരി, ഒട്ടും സാറ്റിസ്ഫൈഡ് ആകാത്ത ഒരു സിനിമ. ആവറേജ് പോയിട്ട് ബിലോ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമ കിട്ടിയത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോ ശ്രദ്ധിച്ചിട്ട് അവർക്ക് ഈ സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു കാര്യമായിരിക്കും. അതൊരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 10ന് എത്ര റേറ്റിംഗ് ചെയ്യും എന്നും കൂടി താഴ്ത്തേക്ക്. ഒരു കാര്യം പറയാനായിട്ട് മറന്നു, ഇതിൻ്റെ BGMs മ്യൂസിക് ചിലയിടത്ത് ഓക്കെ ആയിരുന്നു, ചിലയിടത്ത് അത്ര രസമായിട്ട് തോന്നിയില്ല. സിനിമാറ്റോഗ്രഫി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചില നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കളർഫുൾ പരിപാടികളൊക്കെ അവർ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റൈലിഷ് സംഭവങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് ആക്ഷനൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, മാസ് ഉണ്ട്, അല്ലേ, നല്ല വില്ലൻ ഉണ്ട്, വില്ലനിസം ഉണ്ട്, എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഒരു കാര്യമില്ല, ഇത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ KGFന്റെ ഇത്രയും ടെററായിട്ടുള്ള ഒരു വില്ലൻ അവിനാഷ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കൊണ്ടുവന്നിട്ട് കോമാളിയാക്കി കളഞ്ഞു എന്ന് പറയാം. ടെററാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പല ഡയലോഗും പല സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ അതൊന്നും ബിലീവബിൾ ആവുന്നില്ല. ഇത് ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണോ, അത് നമ്മൾ ഞെട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണോ, എന്താണ് അവർ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വെച്ചാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എക്സ്പീരിയൻസ്. അതുമാതിരി തന്നെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി വേറെ രാജ്യത്ത് പോകുന്നു, ഇനി പുതിയ ജീവിതം എന്ന് പറയുന്ന ആ ഒരു ബിഗിനിങ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു ക്യാരക്ടറെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാനും കുറച്ചും കൂടി ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ നമുക്ക് കിട്ടിയാണ്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സാധനം കാണിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരാളാണ്, അത്ര ഡീസൻ്റ് അല്ലാത്ത ഒരാളാണ് എന്നൊരു തോട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും, ഇന്ന കാര്യങ്ങൾ വരും. അതേ സെയിം സാധനം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല. ഓക്കെ എന്നുള്ള പരിപാടി, എടുത്തു വെച്ചേക്കുന്ന രീതി
അത്ര കൺവിൻസിങ് അല്ലാതാവുമ്പോഴത്തേനും അതിന്റെ ക്വാളിറ്റിയും ഡിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ ബൈ.